അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. ഇൻട്രോ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഞാൻ കരയത്തില്ല. അത് പ്രതീക്ഷിക്കണ്ട. ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു വളർന്നു, പഠിച്ചു. കുറച്ച് നാൾ ചൈനയിലൊക്കെ പോയി പഠിച്ചു. അബ്രോഡാണ് മെഡിസിൻ ചെയ്തത്. തിരിച്ചു വന്ന് ഇപ്പം കറൻ്റ്ലി സെറ്റിൽഡ് ഇൻ ട്രിവാൻഡ്രം ആണ് കല്യാണത്തിന് ശേഷം. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് അജിൻ പറഞ്ഞ പോലെ പുറത്തുനിന്ന് കാണുമ്പം ഡോക്ടറാണ്, സുന്ദരിക്കുട്ടിയാണ് പറഞ്ഞ പോലെ എനിക്കിഷ്ടപ്പെട്ട ആ കോംപ്ലിമെൻറ്റ്. അതേപോലെ സ്മാർട്ടാണ്, എല്ലാം ഓക്കെയാണ്, ഹൈഫൈ ലൈഫായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആക്ട്രസും കൂടെയാണ്, ഒത്തിരി ഏൺ ചെയ്യുന്നുണ്ടെന്ന് ചിന്തിക്കുന്നവരും കാണും. അങ്ങനെ ഒരു ലൈഫായിരിക്കും എല്ലാവരും കണ്ടിട്ടുള്ളൂ. പക്ഷേ നമുക്ക് അതല്ലാതെ എല്ലാവർക്കും കാണില്ല, എനിക്കും കാണും അജിനും കാണും. അങ്ങനത്തെ ഒരു സ്ട്രഗിളിങ് ഫേസ് ഉണ്ട് എല്ലാത്തിനും. അങ്ങനെ കുറേ സ്ട്രഗിൾസും കാര്യങ്ങളും കുറച്ച് ട്രോമാസും ഒക്കെ ഉള്ള ഒരു ലൈഫ് തന്നെയാണ് എൻ്റേതും. പക്ഷേ അത് ഞാൻ ഇതുവരെ എവിടെയും റിവീൽ ചെയ്തിട്ടില്ല. കാരണം റിവീൽ ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി ഒരു താല്പര്യമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ അത് റിവീൽ ചെയ്യപ്പെടും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് മാത്രം പറയുന്നു. ആദ്യം തന്നെ ഗീതു, കൺഗ്രാജുലേഷൻ. താങ്ക് യു. അങ്ങനെ ബിഗ് ബോസ് സീസൺ 7ലേക്ക് എത്തിയിരിക്കുന്നു. അജിൻ ചോദിച്ച കാര്യത്തിനുള്ള കാര്യങ്ങൾ പറയാം. ഇത് വരുന്ന സമയത്ത് എൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇത്തവണത്തെ ബിഗ് ബോസ് സ്ട്രാറ്റജി എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ സ്റ്റോറി പറയുന്നത്, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ജസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ മാത്രം പറഞ്ഞു പോകാം. അതായത് അജിൻ പറഞ്ഞ പോലെ കാണുമ്പോൾ, പുറത്തുനിന്ന് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് എന്നെ അസൂയോടെ കാണാറുണ്ട്. ഡോക്ടറാണ്, ഗുഡ് ലുക്കിംഗ് ആണ്, സ്മാർട്ടാണ്, അല്ലെങ്കിൽ എന്നെ തന്നെ പുകഴ്ത്തി പറയുമല്ല, ഇനി ആക്ട്രസ് ആണ്. പലരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഡോക്ടർ ആവുക, ആക്ട്രസ് ആവുക എന്നൊക്കെയുള്ളത്. അതെല്ലാം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് മീൻസ് ഒരുപാട് ആൾക്കാർ അസൂയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ എൻ്റെ ആ ഒരു സൈഡ് മാത്രമേ കൂടുതലും പ്രഷർ കണ്ടിട്ടുള്ളൂ. അതല്ലാത്ത ഞാൻ കടന്നു വന്ന കുറേ സ്ട്രഗിൾസും കാര്യങ്ങളും ഉണ്ട്. ഈവൻ ഫാമിലി ലൈഫായാലും എന്താ, എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോക്കൺ ഫാമിലിയാണ്. ഫാമിലിയിൽ നിന്നൊന്നും എനിക്ക് വിളിക്കാൻ പോലും പറ്റില്ല. ലൈക്ക് എല്ലാവരും അപ്പാർട്ടഡ് ആണ്. ലൈക്ക് മമ്മി ഒരു വഴിക്ക്, പപ്പ ഒരു വഴിക്ക്, ചേട്ടനുണ്ട്, ചേട്ടൻ ഒരു വഴിക്ക്, ഞാനൊരു വഴിക്ക്. ഈവൻ ഞങ്ങൾ വളർന്നു വന്നപ്പോഴും 4 പേരും 4 സ്ഥലങ്ങളിലാണ്. മമ്മി കുവൈറ്റിലായിരുന്നു. മമ്മി ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു. ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ച് എനിക്ക് 3 വയസ്സുള്ളപ്പോൾ മമ്മി കുവൈറ്റിന് പോയതാണ്, മീൻസ് പുറത്ത് പോയതാണ്. പപ്പ നാട്ടിലായിരുന്നു ആ ടൈമിൽ. ചേട്ടൻ UK-ലാണ്, ഞാൻ ചൈനയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആരും തമ്മിൽ ഒരു ഫാമിലി എന്നുള്ള ഒരു ബോണ്ട് ഇല്ല. പിന്നെ ഉള്ളത് ഞാനും മമ്മിയും തമ്മിലാണ്. പിന്നെ കുറച്ചും കൂടെ എങ്കിലും ഞങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും ഫോൺ വിളിക്കുന്നതും ഒന്നിച്ച് കുറച്ചുകൂടെ എങ്കിലും നിന്നിട്ടുള്ളത് ഞാനും മമ്മിയുമാണ്. ജീവിതത്തിൽ ഫാമിലിയുടെ ഒരു വാത്സല്യ സ്നേഹം കിട്ടിയിട്ടില്ല? ഇല്ല, അങ്ങനെ. കാരണം 4 പേരും 4 സ്ഥലത്താണ്, 4 രീതിയിലാണ്. ഫാമിലി പേരിന് അച്ഛൻ, അമ്മ, ചേട്ടൻ എന്നുള്ളതല്ലാതെ നമുക്ക് ഇടയിൽ ആ ഒരു ബോണ്ട് ഇല്ല. ഞാൻ പറഞ്ഞില്ല, പിന്നെ ഉള്ളത് എനിക്കും മമ്മിക്കും തമ്മിലാണ്. കാരണം മമ്മി ഞങ്ങളെ പഠിപ്പിക്കാനൊക്കെ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മമ്മി കുവൈറ്റിൽ പോയതാണ്. ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സും പഠിച്ച് പോയതാണ്. അപ്പം മമ്മി ഞങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തു തന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവും മമ്മി എന്തിനാണ് പോയത്. മമ്മിയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിലും അതിനൊരു പർപ്പസ് ഉണ്ട്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ മമ്മിയായിട്ടുള്ള ഇപ്പോഴും ആ ഒരു കണക്ഷൻ അങ്ങനെയുണ്ട്. പക്ഷേ ബാക്കി ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു അമ്മയും മോളും തമ്മിലുള്ള ഒന്നിച്ച് വളരുന്നതും സെപ്പറേറ്റ് വളരുന്നതും എപ്പോഴും രണ്ടും രണ്ടാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇപ്പോഴും ഉണ്ട്. ഇപ്പം എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടനുമായിട്ട് പേരിന് ചേട്ടൻ എന്ന് പറയാമെന്ന് ഉള്ളൂ. അതിലും എനിക്ക് അറ്റാച്ച്മെൻറ്റ് എൻ്റെ ഫ്രണ്ട്സുമായിട്ടും അല്ലെങ്കിൽ എൻ്റെ കസിൻസുമായിട്ടുമാണ്. കാരണം കുറച്ചെങ്കിലും ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അവരുടെ കൂടെയാണ്. ഈവൻ ചേട്ടനൊക്കെ വർഷത്തിൽ ഒരിക്കലോ ഒക്കെ വിളിക്കാറുള്ളൂ. അപ്പം നമുക്കറിയാം ചേട്ടനാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബോണ്ടിങ് എവിടെയും വർക്കൗട്ട് ആയിട്ടില്ല ഞങ്ങൾക്ക്. അതുപോലത്തെ ഒരു ഫാമിലിയാണ് എൻ്റെ ഫാമിലി. ഞാൻ ഇതെവിടെയും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. എല്ലാവരും ചോദിക്കുമ്പോൾ എന്താ വീട്ടിലാരൊക്കെ ഉണ്ട്, അച്ഛനമ്മ, ചേട്ടൻ്റെ വൈഫ്, അങ്ങനെ പറഞ്ഞ് പോകാറാണ് പതിവ്. ഈ പഠിക്കുന്ന സമയത്താണെങ്കിലും കോളേജ് ടൈമിലാണെങ്കിലും കൂട്ടുകാർ കാണുമല്ലോ, സൗഹൃദങ്ങൾ കാണുമല്ലോ. അതേ പറഞ്ഞു, എനിക്ക് ഈ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇമോഷൻ എനിക്കില്ല. ശരിക്കും അങ്ങനെ ഒരു ഇമോഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഡിഫൈൻ ചെയ്യാനും എനിക്കറിയില്ല. എനിക്ക് ഈ ഫാമിലി സർക്കിളിനെക്കാട്ടിലും സ്ട്രോങ് എപ്പോഴും ഫ്രണ്ട്സാണ്. ഞാൻ പണ്ട് മുതൽ ഒരു ഹോസ്റ്റലറാണ്. ലൈക്ക് ഒരു 6th സ്റ്റാൻഡേർഡ് മുതൽ ഒരു ത്രൂ ഔട്ട് മൈ ലൈഫ്
കോളേജ് പഠിച്ചിറങ്ങുന്നവരെ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് വളർന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ലോകം, എൻ്റെ ഫാമിലി, ഈ ഹോസ്റ്റലിലുള്ള ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഞാൻ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് അല്ല, വിരലിലെണ്ണാവുന്ന കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അവരെ എപ്പോഴും വിളിക്കുകയൊന്നുമില്ല, പക്ഷേ നമുക്കൊരു എപ്പോഴെങ്കിലും വിളിക്കും, നമുക്ക് കണക്റ്റ് ആവും. ലൈക്ക് പറയേണ്ട കാര്യമില്ല, നമ്മുടെ ഫീലിങ്സ് പറയേണ്ട കാര്യമില്ല, മനസ്സിലാവും. അപ്പം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്സാണ് എനിക്കുള്ളത്. ഈവൻ ആ ഫ്രണ്ട്സിൽ പോലും 1, 2, 3 പേർക്ക് മാത്രമേ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയൂ. കാരണം ഈ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് ഒട്ടും സന്തോഷം തരുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പം അത് പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഈ കുഞ്ഞു ശരീരത്തിൽ ഇത്രയും വലിയ വിഷമങ്ങൾ എങ്ങനെ ഒതുക്കുന്നു? അയ്യോ, ശരീരത്തിൻ്റെ ഇതിലല്ലല്ലോ ഒതുക്കുന്നത്, മനസ്സിൻ്റെ ഇതിലല്ലേ. അപ്പം അതെ ഞാൻ പറഞ്ഞ, ഞാൻ നോക്കുമ്പം എൻ്റെ പോലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇതിൽ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഗീതു ഇത്രയും പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നതേ, ഒരു പക്ഷേ ഈ ജീവിച്ച സാഹചര്യത്തിൽ വഴിതെറ്റി പോകാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ കുട്ടികളെ എടുത്തു നോക്കിയാൽ ഇങ്ങനെ ഒരു ജീവിത സാഹചര്യം വന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മരണമാണ്. അതെ അതെ അതെ. ഇന്നത്തെ കുട്ടികൾക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞ ഒരു ഇച്ചിരി പോലും എടുക്കാൻ പറ്റുന്നില്ല. അതെന്താന്ന് എനിക്കറിയില്ല. അജിൻ 90s കിഡ് അല്ലേ. നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു ഇതിലും പ്രൗഡായിട്ട് നമുക്ക് മുമ്പ് ഉള്ളവർ പറയും ഇതിൻ്റെ അപ്പുറം കണ്ടിട്ട് വന്നതാ. പക്ഷെ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ വളർന്നു വന്നതുകൊണ്ട് നമ്മൾ രണ്ടും കണ്ടിട്ടുണ്ട്. നമ്മൾ അതായത് നമ്മുടെ ഈ വ്യക്തിത്വ രൂപീകരണം എന്ന് പറയില്ലേ, അതെന്ന് പറയുന്ന ഒരു 6 to 16 ഇയേഴ്സിലാണ്. ആ ടൈമിൽ നമ്മൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു നേച്ചർ, നമ്മുടെ ഒരു വ്യക്തിത്വം രൂപീകരിക്കുന്നത്. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ 90s കിഡ് വന്ന കാലഘട്ടം ശരിക്കും അടിപൊളിയാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു നന്മ എപ്പോഴോ കുറച്ചെങ്കിലും നമുക്കുണ്ട്. അപ്പൊ അത്ര പെട്ടെന്ന് അങ്ങോട്ട് വഴി തെറ്റൂല. എന്നാൽ ഇത് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, വഴി തെറ്റുന്നവരും ഉണ്ട്. ഞാൻ പറഞ്ഞു കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ള. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാം പോയി. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോഴത്തെ സമൂഹവും പോക്കും സോഷ്യൽ മീഡിയ എല്ലാം ആ ഒരു രീതിയിലാണ് ഫീഡിങ്, പേരൻറ്റിങ്ങും എല്ലാം. അപ്പം അതുകൊണ്ടായിരിക്കും അവരങ്ങനെ സ്ട്രെസ് എടുക്കാൻ പറ്റാത്ത